നാദാപുരത്ത് വീടുകൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടത് പോലീസ് സംവിധാനത്തിന്റെ പാളിച്ചയാണെന്ന് കെ സുധാകരൻ ആരോപിച്ചു. 55 വീടുകളാണ് അഗ്നിക്കിരയായത്. പോലീസ് നോക്കി നിൽക്കെ ഇത്തരത്തിൽ ആക്രമണം നടന്നത് എങ്ങനെയെന്ന് പരിശോധിക്കണം. പ്രത്യേക രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് വീടുകൾ കത്തിച്ചത്. ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. ഇവിടെ എല്ലാ വീടിൻ്റെയും ചുമര്, തറ, മുഴുവൻ ഫർണിച്ചർ എല്ലാം കത്തി നശിച്ചു എന്ന് മാത്രമല്ല, ടൈൽസൊക്കെ പൊട്ടി പുറത്തു വന്നിരിക്കുന്നു. ഇതിനുപയോഗിച്ച രാസപദാർത്ഥം എന്താണ് എന്ന് കണ്ടെത്തണം. വളരെ സീരിയസ് ആണ്. വീടുകൾ തകർക്കപ്പെട്ടവർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണം. കൊലപാതകവും പിന്നീട് നടന്ന അക്രമവും തമ്മിൽ ബന്ധമില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. കൊല്ലപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീടും അക്രമം നടന്ന വീടുകളും സുധാകരൻ സന്ദർശിച്ചു. അതേസമയം അക്രമത്തിൽ പ്രതിഷേധിച്ച് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിച്ച തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CP അബ്ദുൽ സലാം ഇന്നലെ രാജിവെച്ചിരുന്നു. അക്രമ സംഭവത്തിൽ CPIM ഇതുവരെ നിലപാട് പ്രഖ്യാപിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു രാജി. റിപ്പോർട്ടർ, കോഴിക്കോട്.